വെൽക്കം ടു ടേസ്റ്റി ക്യൂൻസ്. ഇന്ന് ഞാൻ മീൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. മുളകും പുളിയും ചേർത്ത നല്ല എരിവുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ്. നമുക്ക് കപ്പയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മീൻ കറി. ഞാൻ ചെറിയ അയിലയും ചെറിയ കുറച്ച് മത്തിയാണ്, ഏകദേശം ഒരു കിലോൻ്റെ താഴെയാണ് മീൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിനി ആദ്യം വേണ്ടത് ഈ ചുമന്നുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ എരിവിന് 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കാം. കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നല്ല കളറൊക്കെ കിട്ടുമല്ലോ. നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രത്യേക ഒരു നാടൻ രുചിയൊക്കെ വരുന്നത്. ഈ വെളിച്ചെണ്ണയുടെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക ഒരു സ്മെല്ലാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മീനും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പുളിയാണ്. അത് പുളി ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് ആ പുളിവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് മീൻ കറിക്ക് ആവശ്യമുള്ള ആ വെള്ളം ഈ പുളിയിൽ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ വലിപ്പം, നമ്മുടെ പുളി ഇഷ്ടമുള്ളതിനനുസരിച്ച് കുറച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്കൊരു ചെറിയൊരു തക്കാളി മുറിച്ചിട്ട് അതും കൂടെ ചേർക്കണം. പിന്നീട് നമ്മൾ എടുത്തു വെച്ച കുറച്ച് കറിവേപ്പിലയും 4 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് മീൻ കറിക്കുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. മീൻ കറി വേവിച്ചെടുക്കാം. നല്ല എരിവും പുളിയും ഒക്കെ ചേർന്ന നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളറും കിട്ടും. എരിവുള്ള മുളക് പൊടിയുടെ കൂടെ കാശ്മീരിയും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക കളറും വരുന്നത്. അപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം. കപ്പയുടെ കൂടെയും പത്തിരിയും മീൻ കറിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുമല്ലോ. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.